സെപ്റ്റംബർ 9 അതായത് ഇന്നലെ ഹിമാചൽ പ്രദേശിലെയും പഞ്ചാബിലെയും പ്രളയബാധിത പ്രദേശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. ഇരു സംസ്ഥാനങ്ങളിലെയും ദുരിതപൂർണമായ പ്രളയബാധിത പ്രദേശങ്ങൾ കണ്ട് 3100 കോടി രൂപയാണ് അവിടെ വെച്ച് മോദി പ്രഖ്യാപിച്ചത്. ഹിമാചലിന് 1500 കോടിയും പഞ്ചാബിന് 1600 കോടിയും. കഴിഞ്ഞ വർഷം ജൂലൈയിൽ മഹാദുരന്തമുണ്ടായപ്പോൾ വയനാട്ടിലും പ്രധാനമന്ത്രി വന്നിരുന്നു, ആശ്വസിപ്പിച്ചു. മറ്റ് കൊടുത്തതുപോലെയുള്ള ഒരു പ്രത്യേക സഹായവും പ്രഖ്യാപിച്ചില്ല, തന്നതുമില്ല. വിവേചനത്തിൻ്റെ കൃത്യമായ തെളിവാണിത്. മഹാദുരന്തം പിന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നതിൽ മോദി സർക്കാർ തീരുമാനമെടുത്തിട്ടേയില്ല. ഹൈക്കോടതിയെ പോലും വകവെക്കാതെ തീരുമാനം പറയാതെ നീട്ടിക്കൊണ്ടു പോവുകയാണ്. കേരള ബാങ്ക് ദുരന്തബാധിതരുടെ കടം എഴുതിത്തള്ളിയെന്ന കാര്യം കോടതിക്ക് ഓർമ്മിപ്പിക്കേണ്ടി വന്നു. കേന്ദ്രം ഉരുണ്ടുകളിക്കുകയാണ്. ഏത് മന്ത്രാലയമാണ് തീരുമാനമെടുക്കേണ്ടത് എന്നതിൽ ആശയക്കുഴപ്പമുണ്ടെന്നായിരുന്നു കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. ദുരന്തം നടന്നിട്ട് ഒരു വർഷമായെന്നും ഇനി എപ്പോൾ തീരുമാനം എടുക്കുമെന്നുമായിരുന്നു കേന്ദ്രത്തോട് ഹൈക്കോടതി ചോദിച്ചത്. ഒടുങ്ങാത്ത കേരള വിരോധം മോദി സർക്കാർ തുടരുമ്പോഴും കേരളം അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നത് കേന്ദ്രത്തെയും അമ്പരപ്പിക്കുകയാണ്. കേരള മികവിൻ്റെ റിയൽ കേരള സ്റ്റോറി ഏറ്റവും ഒടുവിൽ കണ്ടത് ഓണക്കാലത്താണ്. ഏറ്റവും മികച്ച ഓണക്കാലമാണ് കടന്നുപോയത്. അർഹരായ മുഴുവൻ ജനവിഭാഗങ്ങളിലേക്കും പണം എത്തിച്ചു, വിപണിയിൽ ഇടപെട്ടു, അതിരൂക്ഷ വിലക്കയറ്റമില്ലാത്ത ഓണം സാധ്യമാക്കി. ഒപ്പം തുരങ്കപാത പോലെ കേരളത്തിൻ്റെ പദ്ധതികൾ മുടക്കം കൂടാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു.